പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമുക്കറിയാം പല രീതിയിലുള്ള സംശയങ്ങൾ നമുക്കുണ്ടാവും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, ഉയർന്ന പ്രദേശങ്ങളിൽ, അതായത് ഹയർ ആൾട്ടിറ്റ്യൂഡ്സിൽ നമ്മൾ കുക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രഷർ കുക്കറാണ്. എന്തുകൊണ്ട്? അതിന്റെ കെമിസ്ട്രി എന്താണ്? ഈ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നതിന്റെ പിന്നിലുള്ള കെമിസ്ട്രി എന്താണ്? അത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം, കാശ്മീർ പോലുള്ള സ്ഥലങ്ങളിൽ ടെമ്പറേച്ചർ വളരെ കുറവാണ്. അതായത് ഐസ് ഫോം ചെയ്യും, റോഡ്സിലൊക്കെ ഐസ് ഉണ്ടാവുന്നു. അപ്പൊ ഈ ഐസ് നീക്കം ചെയ്യാൻ വേണ്ടി കാൽസ്യം ക്ലോറൈഡ് സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ട്, അതിന്റെ പിന്നിലുള്ള കെമിസ്ട്രി എന്താണ്? അതേപോലെ തന്നെ നമുക്കറിയാം, എഗ്ഗ് നമ്മൾ ബോയിൽ ചെയ്യിക്കുമ്പോൾ, വാട്ടറിൽ നമ്മൾ എഗ്ഗ് ഇട്ടിട്ട് ബോയിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തിനായിരിക്കും അതിന്റെ കെമിസ്ട്രി എന്തായിരിക്കും? എന്തിനാണ് ഈ സോൾട്ട് ആഡ് ചെയ്ത് ബോയിലിംഗ്? അതിന്റെ ഒരു കെമിസ്ട്രി ഉണ്ടാകും. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. നമുക്ക് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഇവിടെ എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? നമ്മൾ കാണുന്നുണ്ട്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഓഫ് ദ സൊല്യൂഷൻ ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നമ്പർ ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ കെമിക്കൽ ഐഡന്റിറ്റി ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. അതായത് സൊല്യൂഷന്റെ ചില പ്രോപ്പർട്ടീസ്, ആ പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്പർ ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം. അതായത് നമ്പർ ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ പ്രോപ്പർട്ടിയിൽ വ്യത്യാസം ഉണ്ടാകുന്നു. അതിന്റെ നാച്ചർ ഓഫ് ദ പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് കെമിക്കൽ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വഭാവം, ഏത് സൊല്യൂട്ട് ആണ് എന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു? അതായത് നമ്പർ ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിപ്പോ എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് അറിയാം. ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണുള്ളത്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാല് നമുക്ക് കാണാം, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് ദ സോൾവെന്റ്, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ. 4 പ്രോപ്പർട്ടീസ് ആണുള്ളത്. സെക്കൻഡ് വൺ ഈസ് എലിവേഷൻ ഓഫ് ദ ബോയിലിംഗ് പോയിന്റ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ. ഇപ്പൊ 4 പ്രോപ്പർട്ടീസ് ആണുള്ളത്. അപ്പൊ നമ്മൾ ഇത് ഡൈല്യൂട്ട് സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയാം, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മളൊരു സൊല്യൂഷൻ എടുക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഈ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഒരു സോൾവെന്റിലേക്ക് ആഡ് ചെയ്തിട്ടാണ്. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെന്റിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ പ്രിപ്പയർ ചെയ്തു. അപ്പൊ നമുക്ക് എന്താണ് സംഭവിക്കുക? നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വാട്ടർ നമ്മൾ എടുത്ത് അതൊരു പ്യുവർ സോൾവെന്റ് ആണ്. ആ സോൾവെന്റിലേക്ക് നമ്മൾ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് എന്ന് പറഞ്ഞാല് വോളറ്റൈൽ ആവാത്ത സൊല്യൂട്ട്, അതായത് വേപ്പർ പ്രഷറിന് ഒരു കോൺട്രിബ്യൂഷനും ചെയ്യാത്ത സൊല്യൂട്ട് ആണ് നോൺ വോളറ്റൈൽ, ബാഷ്പീകരിക്കാത്ത സൊല്യൂട്ട് എന്ന് പറയാം. അപ്പൊ അത് നമ്മൾ ഡിസോൾവ് ചെയ്താല് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നു. എന്താ സംഭവിക്കുക എന്ന് നോക്കിയാല് വേപ്പർ പ്രഷർ കുറയുന്നു. വേപ്പർ പ്രഷർ കുറയാന്ന് പറഞ്ഞാല് വേപ്പർ പ്രഷർ കുറയും. എന്തുകൊണ്ടാണ് വേപ്പർ പ്രഷർ കുറയുന്നത്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ് ആഡ് ചെയ്തത്, അതുകൊണ്ട് തന്നെ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ കുറയുന്നു. അപ്പൊ നമുക്കറിയാം, പ്യുവർ സോൾവെന്റ് ആണെങ്കിൽ, പ്യുവർ വാട്ടർ ആണെങ്കിൽ അതിനൊരു വേപ്പർ പ്രഷർ ആണ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നത് കൊണ്ട് അതിന് വേപ്പർ പ്രഷർ കുറയുന്നു. കാരണം സൊല്യൂഷന്റെ സർഫേസിൽ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് വരുന്നത് കൊണ്ടാണ് അത് വോളറ്റൈൽ ആകുന്നില്ല. സോ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഈസ് ലോവേർഡ്. ഇത് നമുക്കറിയാവുന്നതാണ്. അപ്പൊ നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ
ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു സൊല്യൂഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ സൊല്യൂഷൻ്റെ അകത്ത് നമ്മൾ എ എന്ന് പറയുന്ന സോൾവെന്റ് ആണ് ഉള്ളത്. എ ഈസ് ദ സോൾവെന്റ് ആൻഡ് ബി ഈസ് ദ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. എന്താണ്? ബി എന്ന് പറയുന്നതാണ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ് ബി. അപ്പൊ ഇവിടെ നമുക്ക് റോൾസ് ലോ അപ്ലൈ ചെയ്യാം. റോൾസ് ലോ പ്രകാരം സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് നമുക്കറിയാം PS ആണ്. PS എന്ന് പറയാം. PS ഈസ് ഈക്വൽ ടു PA ആയിരിക്കും. PS ഈസ് ഈക്വൽ ടു PA ആണ് ബിക്കോസ് നമുക്കറിയാം ബി എന്ന് പറയുന്ന സൊല്യൂട്ടിന് വേപ്പർ പ്രഷറിൽ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ല ബിക്കോസ് ഇറ്റ് ഈസ് നോൺ വോളറ്റൈൽ. അതുകൊണ്ട് തന്നെ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ദാറ്റ് ഈസ് ഈക്വൽ ടു PA എന്ന് പറയാം. അപ്പൊ നമുക്ക് അക്കോർഡിംഗ് ടു റോൾസ് ലോ PA ഈസ് ഈക്വൽ ടു P0 A ഇൻറ്റു KA എന്ന് എഴുതാൻ കഴിയും. ഇത് നമ്മൾ റോൾസ് ലോ പ്രകാരം പഠിച്ചതാണ്. ഇവിടെ നമ്മൾ ഓരോ ടേം നമ്മൾ മനസ്സിലാക്കണം. PA എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ. P0 is the vapor pressure of the pure solvent. KA is the mole fraction of the solvent A എന്ന് പറയാം. ഇതാണ് നമുക്ക് റോൾസ് ലോ പ്രകാരം എഴുതാൻ കഴിയുന്നത്. ഈ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ നമുക്കറിയാം നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ ലോവർ ചെയ്യും. അതുകൊണ്ട് നമുക്ക് വേപ്പർ പ്രഷർ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്താന്ന് നോക്കാം. അപ്പൊ നമുക്ക് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്താന്ന് നോക്കാം. ദാറ്റ് ഈസ് ഡെൽറ്റ PA. ഇപ്പൊ എ എന്ന് പറയുന്ന സോൾവെന്റ്, പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ എന്ത് ചെയ്യുന്നു? സൊല്യൂഷൻ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ കുറയുന്നു നമ്മൾ മനസ്സിലാക്കിയതാണ്. സോ ഡെൽറ്റ PA ദാറ്റ് ഈസ് ഈക്വൽ ടു P0 A മൈനസ് PA ആണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നമുക്കറിയാം പ്യുവർ അതായത് വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെന്റ് ആണ് P0 A എന്ന് പറഞ്ഞാൽ അതാണ് കൂടുതൽ ഉണ്ടാവുക. PA എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ആണ്. അതായത് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തതിന് ശേഷമുള്ള വേപ്പർ പ്രഷർ ആണിത്. അപ്പൊ നമുക്ക് പറയാം P0 A മൈനസ് PA എന്ന് പറയാം. ഇതാണ് ഡെൽറ്റ PA. ഡെൽറ്റ PA എന്ന് പറഞ്ഞാൽ ലോവറിംഗ് ഓഫ് ദ വേപ്പർ പ്രഷർ. ഇനി നമുക്ക് ഇതിനെ ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇവിടെ നമുക്കിവിടെ P എന്താണെന്ന് അറിയാം. ഫ്രം ഫസ്റ്റ് ഇക്വേഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു P0 A ഇൻറ്റു KA ആണ്. അപ്പൊ നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ PA ദാറ്റ് ഈസ് ഈക്വൽ ടു P0 A മൈനസ് P0 A ഇൻറ്റു KA എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് കോമൺ ടേം ആയിട്ട് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ കോമൺ ടേം ആണ് P0 A എന്നുള്ളത്. സോ P0 A ഇൻറ്റു 1 മൈനസ് KA എന്ന് എഴുതാം. ഇക്വേഷൻ കോമൺ ആയിട്ട് എടുത്തു P0 A എന്നുള്ളത്. ഇനി നമ്മള് ദിസ് ഈസ് എ ഡെൽറ്റ PA ദാറ്റ് ഈസ് ഈക്വൽ ടു P0 A ഇൻറ്റു 1 മൈനസ് KA എന്ന് എഴുതാൻ കഴിയും. ഇനി നമുക്കറിയാം 1 മൈനസ് KA നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 1 മൈനസ് KA ഈസ് ഈക്വൽ ടു KB. അതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. KA പ്ലസ് KB ഈക്വൽ ടു 1 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? 1 മൈനസ് KA എന്ന് പറഞ്ഞാൽ KB ആണെന്ന് എഴുതാം. സോ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡെൽറ്റ PA ദാറ്റ് ഈസ് ഈക്വൽ ടു P0 A ഇൻറ്റു KB എന്ന് എഴുതാൻ കഴിയും. ഇങ്ങനെ നമുക്ക് എഴുതാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മള് ഇതിനെ ഡെൽറ്റ PA ഡിവൈഡഡ് ബൈ P0 A ദാറ്റ് ഈസ് ഈക്വൽ ടു KB എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് ഇത് ഇവിടെ എടുത്ത് ഇങ്ങനെ എഴുതാൻ കഴിയും. ഇനി നമുക്കറിയാം ഡെൽറ്റ PA എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ PA ദാറ്റ് ഈസ് നമുക്ക് ഓൾറെഡി അറിയാം P0 A മൈനസ് PA ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ PA എന്ന് പറഞ്ഞാൽ എന്താണ്? P0 A മൈനസ് PA ഡിവൈഡഡ് ബൈ P0 A. ഈ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ എഴുതാം. അതായത് ഡെൽറ്റ PAക്ക് പകരം P0 A മൈനസ് PA എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു KB. അപ്പൊ ഇതിനാണ് നമ്മള്, അതായത് ഇതിന് നമ്മൾ പറയാം ദിസ് ടേം, ഈ ടേമിന് നമ്മൾ പറയാം, അതായത് P0 A മൈനസ് PA ബൈ P0 A എന്ന് പറയുന്നതിനാണ് പറയാം റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ദാറ്റ് ഈസ് ഈക്വൽ ടു KB. അപ്പോ ഇതിന്റെ അർത്ഥം എന്താണ്?
മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ടിന് ഈക്വൽ ആണ്, മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ടിന് ഈക്വൽ ആണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ഡെൽറ്റ പി എ ബൈ പി നോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാല് നമുക്ക് പറയാൻ കഴിയും ദാറ്റ് ഈസ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാന്ന് പറഞ്ഞാല് ഇവിടെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പൊ നമുക്കറിയാം കൈബി എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ആണ്. ഓൾറെഡി പഠിച്ചതാണ് എങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. അതായത് കൈബി ഈസ് ഈക്വൽ ടു എന്താണ് എൻ ബി ബൈ, അത് നമ്മൾ ഓൾറെഡി പഠിച്ചത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് ചെയ്തതാണ് പി നോട്ട് എ മൈനസ് പി എ ഡിവൈഡഡ് ബൈ പി നോട്ട് എ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ബി ബൈ എൻ എ പ്ലസ് എൻ ബി എന്ന് എഴുതാം. ബിക്കോസ് ദിസ് ഈസ് മോൾ ഫ്രാക്ഷൻ നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? എൻ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ആണ്. ഓർമ്മിക്കേണ്ടത് ബി നമ്മൾ എടുത്തിരിക്കുന്നത് സൊല്യൂട്ടും എ എന്ന് പറയുന്നത് സോൾവെന്റും ആണ്. അപ്പൊ നമ്മള് ബി എൻ ബി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, എൻ എ നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെന്റ്, എൻ ബി നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിയും. ഇനി നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഇൻ ദ കേസ് ഓഫ് എ ഡൈല്യൂട്ട് സൊല്യൂഷൻ, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതാണ്? പ്രോപ്പർട്ടി ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻ ആണ്. അപ്പോൾ ഡൈല്യൂട്ട് സൊല്യൂഷന്റെ കേസിൽ എന്താണ് ഡൈല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി പഠിച്ചതാണ്. ഡൈല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൊല്യൂട്ടിന്റെ എമൗണ്ട് വളരെ കുറവാണ്. ദാറ്റ് ഈസ് ഡൈല്യൂട്ട് സൊല്യൂഷൻ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം ഡൈല്യൂട്ട് സൊല്യൂഷൻ എൻ ബി ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് മച്ച് ലെസ് ദാൻ ദാറ്റ് ഓഫ് എൻ എ ആണ്. എൻ ബി എന്താണ്? വളരെ കുറവാണ് എൻ എക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ കഴിയും? ഇവിടെ നെഗ്ലിജിബിൾ എമൗണ്ട് ആണ് എൻ ബി എന്ന് പറയാം. അതായത് എൻ എ പ്ലസ് എൻ ബി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എൻ എ എന്ന് എഴുതാം. അപ്പോ ബിക്കോസ് എൻ ബി വളരെ സ്മോൾ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അപ്പൊ നമ്മൾ ഈ ഇക്വേഷനിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ദാറ്റ് ഈസ് പി നോട്ട് എ മൈനസ് പി എ ഡിവൈഡഡ് ബൈ പി നോട്ട് എ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ബി ബൈ എൻ എ എന്ന് എഴുതാം. ഓർമ്മിക്കണം എൻ എ പ്ലസ് എൻ ബി എന്താണ്? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ്? എൻ എ ആണ്. ബിക്കോസ് എൻ ബി ഈസ് വെരി സ്മോൾ ആണ്. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇത് വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാൻ കഴിയും. ഇവിടെ നമുക്ക് പി നോട്ട് എ മൈനസ് പി എ ബൈ പി നോട്ട് എ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ബി ബൈ എൻ എ ആണ്. നമുക്കറിയാം എൻ ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടുപിടിക്കുന്നത് എന്താണ്? മാസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ്. അതേപോലെ എൻ എയും നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സോൾവെന്റ് ആണ്. അപ്പൊ നമുക്ക് അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഇവിടെ എഴുതാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാൻ കഴിയും. That is P naught A minus PA divided by P naught A that is equal to NB ക്ക് നമുക്ക് എന്ത് എഴുതാം? WB by MB എന്ന് എഴുതാം. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. NB എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? മാസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ് ഡിവൈഡഡ് ബൈ NA എങ്ങനെ എഴുതാം? മാസ് ഓഫ് ദ സോൾവെന്റ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ദ സോൾവെന്റ് എ എന്ന് എഴുതാം. ഇത് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ കഴിയും? ദാറ്റ് ഈസ് പി നോട്ട് എ മൈനസ് പി എ ഡിവൈഡഡ് ബൈ പി നോട്ട് എ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് എഴുതാം ഡബ്ല്യു ബി ഇൻറ്റു എം എ ഡിവൈഡഡ് ബൈ ഡബ്ല്യു എ ഇൻറ്റു എം ബി എന്ന് എഴുതാൻ കഴിയും. അപ്പൊ ഇവിടെ നിന്ന് relative lowering of vapor pressure is equal to WB into MA by WA into MB ആണ്. ഇതിൽ നിന്ന് നമുക്ക് relative lowering of vapor pressure ആണെങ്കിൽ ഇതിൽ നമുക്ക് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് MB കണ്ടുപിടിക്കാം. അതായത് മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് MB ദാറ്റ് ഈസ് ഈക്വൽ ടു MB ഈസ് ഈക്വൽ ടു എന്താണ്? P നോട്ട് A ഇൻറ്റു നമുക്ക് ഇവിടെ എഴുതാൻ കഴിയും WB ഇൻറ്റു MA ഡിവൈഡഡ് ബൈ നമുക്ക് പി നോട്ട് എ മൈനസ് പി എ എന്ന് എഴുതാം ഇൻറ്റു ഡബ്ല്യു എ എന്ന് എഴുതാൻ കഴിയും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ ഡാറ്റാസ് അറിയാമെങ്കിൽ നമുക്ക് മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായതെന്ന് പറഞ്ഞാല് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്പർ ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്.
നമുക്ക് ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും.